നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് സബ് കൾച്ചർ എന്താണ്. സബ് കൾച്ചർ ഈസ് എ കൾച്ചറൽ ഗ്രൂപ്പ് വിത്തിൻ എ ലാർജർ കൾച്ചർ ഓഫൺ ഹാവിംഗ് ബിലീഫ് ഓർ ഇൻട്രസ്റ്റ് അറ്റ് വേരിയൻസ് വിത്ത് ദോസ് ഓഫ് ലാർജർ കൾച്ചർ. വലിയൊരു സംസ്കാരത്തിൻ്റെ ചെറിയ ഒരു കൾച്ചർ എന്നെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക, സബ് കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. Beliefs and interests at variance. Particular subcultures are identifiable by their speech, dress code, preference for particular kind of music, or the manner in which they interact with their group members. ഭാഷകളാലോ ഡ്രസ് കോഡുകളാലോ അവരുടെ ഏതെങ്കിലും മ്യൂസിക്കിലുള്ള പ്രത്യേക തരത്തിലുള്ള പ്രിഫറൻസുകളോ ഒക്കെ സബ് കൾച്ചറിനെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാണ്. സബ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ക്യാൻ ഓൾസോ ഫങ്ഷൻ ആസ് കൊഹൻസീവ് യൂണിറ്റ്സ് which imparts an identity to all group members. Within such groups there can be leaders and followers, but the group members are bound by the purpose of the group and work together to achieve their objectives. Within such groups there can be leaders or followers, but the group members are bound by the purpose of the group and work together to achieve their objectives. ഒരു സംസ്കാരത്തിൽ തന്നെ പല ഉപസംസ്കാരങ്ങളുണ്ട്. ഉപസംസ്കാരങ്ങൾക്ക് അവരുടേതായ ശൈലി, അഭിരുചി, സംഘടന എന്നിവയുണ്ട്. സംസാര രീതി, വസ്ത്രധാരണം, പരസ്പര പ്രവർത്തനം എന്നിവയിലൂടെ ഈ ഉപസംസ്കാരത്തെ തിരിച്ചറിയാനാവും. സംഘങ്ങൾ ഒത്തൊരുമയോടുള്ള ഒരു യൂണിറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇവർ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. ഒരു സംസ്കാരത്തിൽ തന്നെ പല ഉപസംസ്കാരങ്ങളുണ്ട്. വരേണ്യവർഗ സംസ്കാരം, യുവ തൊഴിലാളി വർഗത്തിൻ്റെ സംസ്കാരം. ഇത് സംസ്കാരം അവരുടേതായ ശൈലി, അഭിരുചി, സംഘടന എന്നിവയുണ്ട്. അവരുടെ സംസാര രീതിയും വസ്ത്രധാരണം, പ്രത്യേകതരം സംഗീതത്തിലുള്ള താല്പര്യം, സംഘത്തിലെ മറ്റ് അംഗങ്ങളുള്ള പരസ്പര പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്.